രാജീവ് വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള യാത്രയിൽ 900 മീറ്റർ ദൂരം 16 മിനിറ്റ് കൊണ്ടും 600 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും 300 മീറ്റർ ദൂരം 4 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ചു. ശരാശരി വേഗത കാണുക. ശരാശരി വേഗത കാണുന്ന കണക്ക് രണ്ട് വിധത്തിലുണ്ട്. അതായത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാവുമ്പോൾ അതാണ് ഒരു വിധം. നമുക്ക് പല ഘട്ടങ്ങളായിട്ട് തരുന്നുണ്ടല്ലോ. ഇതിലെല്ലാറ്റിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണെങ്കിൽ, ഇത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല, 900 മീറ്റർ 600 മീറ്റർ 300 മീറ്റർ, ഈ സഞ്ചരിച്ച ദൂരം തുല്യ അല്ലെങ്കിൽ നമുക്ക് ഈ കണക്ക് ഈ രീതിയിൽ ചെയ്യണം. തുല്യമാണെങ്കിൽ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. 2xy/x+y എന്ന സൂത്രവാക്യമാണ് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാവുമ്പോൾ ഉപയോഗിക്കുക. ഈ കണക്കിൽ പക്ഷേ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല. ഇതിൽ ശരാശരി വേഗത കാണാൻ നമ്മൾ ആകെ ദൂരം ബൈ ആകെ സമയം എന്ന സൂത്രവാക്യം ഉപയോഗിക്കണം. ആകെ ദൂരം ബൈ ആകെ സമയം. നമുക്കിതിൽ ആകെ ദൂരം പറഞ്ഞാൽ എല്ലാ ദൂരം കൂടി കൂട്ടുക. എത്രയൊക്കെയാണ്? 900 + 600 + 300. നമ്മൾ എല്ലാ ദൂരം കൂടി കൂട്ടി 900 600 300 ഇത് അത്രയും മീറ്ററാണ് സഞ്ചരിച്ച ആകെ ദൂരം ബൈ ആകെ സമയം. സമയമൊക്കെ മിനിറ്റാണ്. നമ്മൾ ഇതിപ്പോൾ ശരാശരി വേഗതയാണ്. ശരാശരി വേഗത പ്രസ്താവിക്കൽ ഒന്നുകിൽ കിലോമീറ്റർ പ്രതി മണിക്കൂർ, അല്ലേ, കിലോമീറ്റർ പ്രതി മണിക്കൂറിൽ സൂചിപ്പിക്കും, അല്ലെങ്കിൽ മീറ്റർ പ്രതി സെക്കൻഡിലാണ് സൂചിപ്പിക്കുക. ഈ രണ്ട് യൂണിറ്റിലാണ് സൂചിപ്പിക്കുക വേഗത. കിലോമീറ്റർ പ്രതി മണിക്കൂർ അല്ലെങ്കിൽ മീറ്റർ പ്രതി സെക്കൻഡ്. ഇവിടെ അതല്ല, കാരണം കിലോമീറ്റർ അല്ലല്ലോ, ഒക്കെ മീറ്റർ അല്ലേ. അപ്പോൾ മീറ്റർ പ്രതി സെക്കൻഡ്. അപ്പോൾ സമയങ്ങളൊക്കെ എന്താവണം? സെക്കൻഡിലാവണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുക ആദ്യം, എന്നിട്ട് അതിന് സെക്കൻഡ് ആക്കിയാൽ മതി. 16 മിനിറ്റ് 10 മിനിറ്റ് 4 മിനിറ്റ്. അപ്പോൾ 16 + 10 + 4 ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 9 6 15 3 18 1800 എന്ന് വരും. 1800 മീറ്റർ ബൈ 16 10 26 4 30 മിനിറ്റാണ്. 30 മിനിറ്റ്. അപ്പോൾ 1800 മീറ്റർ ബൈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. മിനിറ്റിനെ സെക്കൻഡാക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 30 മിനിറ്റോ? 30 × 60 എത്ര വരും? 30 × 60 1700 സെക്കൻഡ്. ഇപ്പോൾ നോക്കൂ, 1800 1800 വെട്ടിയ 1 എന്ന് വരും. അപ്പോൾ ഉത്തരം ശരാശരി വേഗത എത്രയാണ്? 1 മീറ്റർ പ്രതി സെക്കൻഡ്. 2 പേർ മത്സരിച്ച ഇലക്ഷനിൽ വിജയിച്ച ആൾക്ക് 58% വോട്ട് കിട്ടി. അയാൾ 196 വോട്ടിന് ജയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര? 2 പേർ ഇലക്ഷനിൽ മത്സരിച്ചു. ജയിച്ച ആൾക്ക് 58% വോട്ടാണ് കിട്ടിയത്, ജയിച്ച ആൾക്ക്. അപ്പോൾ തോറ്റ ആൾക്ക് ബാക്കി കിട്ടി, കാരണം 2 പേരെ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര കിട്ടി? 42 തോറ്റ ആൾക്ക്. ജയിച്ച ആൾക്ക് 58%, തോറ്റ ആൾക്ക് 42% വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അവർ തമ്മിൽ വോട്ടിൻ്റെ ശതമാനം എത്ര വ്യത്യാസമുണ്ട്? 16%. കാരണം ഇത് 58% ജയിച്ച ആൾക്ക് കിട്ടി, തോറ്റ ആൾക്ക് 42% കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? വ്യത്യാസം എത്രയാണ്? 16%. ഇവർ തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം. ഇവർ തമ്മിലുള്ള വോട്ടിൻ്റെ എണ്ണത്തിൽ എത്ര വ്യത്യാസം വന്നു? 196 വോട്ടാണ്. 196 വോട്ടിന് ജയിച്ചു പറഞ്ഞാൽ 196 വോട്ട് ഭൂരിപക്ഷമാണ്. അതായത് ജയിച്ച ആൾക്ക് തോറ്റ ആളേക്കാൾ എത്ര വോട്ട് കൂടുതൽ കിട്ടി. അപ്പോൾ അവർ തമ്മിൽ വോട്ടിൻ്റെ എണ്ണത്തിൽ എത്ര വ്യത്യാസമുണ്ട്? 196. അതായത് ആകെ എത്ര പോൾ ചെയ്തു നമുക്കറിയില്ല. ആകെ പോൾ ചെയ്ത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ആകെയുള്ളതിൻ്റെ എത്ര വ്യത്യാസമാണ്? 16% ഈ വോട്ടുകളുടെ 2 പേരിലും തമ്മിലെ വ്യത്യാസം. ആ 16% വ്യത്യാസം. ശതമാനത്തിൽ വ്യത്യാസം 16ആണ്, എണ്ണത്തിൽ വ്യത്യാസമോ 196. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എക്സ്, അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകൾ × 16/100 = 196. ഇന്ന് എങ്ങനെ എക്സ് കാണുക? എക്സ് കാണാൻ മറുഭാഗത്തുള്ള ആദ്യം എഴുതുക. ഈ സമവാക്യത്തിൽ മറുഭാഗത്തുള്ളത് 196 × 16/100 അങ്ങനെ എന്താവും? റെസിപ്രോക്കൽ ഇടുക. × 100/16. നമുക്ക് ഇതിനെ 4 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ 4 4 16 ഇവിടെ വെട്ടിച്ചെടുക്കാം. 25 4 100. ഇനി ഈ 4 196 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് 4 4 16 ശിഷ്ടം 3 36 9 4 36. ഇപ്പോൾ എന്ത് വന്നു? ഛേദം മുഴുവൻ പോയി. അംശം 49 × 25. 49 × 20. 25 കൊണ്ട് ഗുണിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടറിയോ? 49 എത്ര 4 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 49 എത്ര 4? 12 4 48. ഇവിടെ ശിഷ്ടം 1 ഇല്ലേ? ആ 1 കൊണ്ട് 25നെ ഗുണിക്കുക. 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എത്രയുണ്ടോ അതിനെ 25 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു 25 അതിൻ്റെ കൂടെ എഴുതുക. ഉത്തരം 1225 വോട്ടാണ് ആകെ പോൾ ചെയ്തത്.